ഹായ് ഡിയർ സ്റ്റുഡൻസ്, വിൻപ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസിൻ്റെ ഓൺലൈൻ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമവാക്യ ജോഡികൾ അഥവാ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സമവാക്യങ്ങൾ, രണ്ട് ചരങ്ങളുള്ള, രണ്ട് വേരിയബിൾസ് ഉള്ള എ സെറ്റ് ഓഫ് ഇക്വേഷൻ, ടു ഇക്വേഷൻസ് അല്ലേ, രണ്ട് സമവാക്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, ആ സമവാക്യങ്ങൾ എന്ത് പറയുക, സമവാക്യ ജോഡികൾ എന്ന് പറയുക, അല്ലെങ്കിൽ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുക. അത് എങ്ങനെയാണ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, സമവാക്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, അതിൽ എക്സിൻ്റെയും വൈൻ്റെ ഒക്കെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പഠിച്ചു ആണല്ലോ. അതുമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യനുകൾ ചെയ്തു. ആ ക്വസ്റ്റ്യനുകൾ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. അതേലോ. ഇനി അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്ത് പഠിക്കണം, ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഭാഗമായ ഒരു ആ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണത്, എടുക്കാൻ പോണത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ സർവ്വസമവാക്യങ്ങൾ അഥവാ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഐഡൻറ്റിറ്റീസ് എന്തൊക്കെയാണ്. എന്താ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ സർവ്വസമവാക്യം എന്ന് പറഞ്ഞാൽ a+b² a-b² അല്ലേ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പഠിച്ചല്ലോ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ സർവ്വസമവാക്യങ്ങൾ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സമവാക്യ ജോഡികൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്തുണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ഐഡൻറ്റിറ്റീസാണ് അല്ലെങ്കിൽ സർവ്വസമവാക്യങ്ങളാണ്. മനസ്സിലായല്ലോ. നമ്മൾ പഠിച്ച സർവ്വസമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സമവാക്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ. അപ്പോൾ അതെന്താ, അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ട് സംഖ്യകളുടെ തുകയും ആ രണ്ട് സംഖ്യകളുടെ വ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യകൾ ഏതെല്ലാം എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ചെയ്തിരുന്നു. ഓർമ്മ നിങ്ങൾക്ക് രണ്ട് സംഖ്യകളുടെ തുക, ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നോക്കാം, രണ്ട് സംഖ്യകളുടെ തുക 13 കൂട്ടിയപ്പോൾ 13 കിട്ടി. സംഖ്യകളുടെ വ്യത്യാസം 3 ആണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം അല്ലേ. എങ്ങനെയായിരുന്നു നമ്മൾ ഇതിനെ സമീപിച്ചിരുന്നത്? നമ്മൾ ആ രണ്ട് സംഖ്യകൾ നമ്മൾ എക്സും വൈയും ആയിട്ട് എടുക്കും. സംഖ്യകൾ എക്സും വൈയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സമവാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? x+y = 13. സംഖ്യകളുടെ തുക 13 എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യകളോട് കൂട്ടിക്കഴിഞ്ഞാൽ 13 കിട്ടി. ഇത് നമ്മൾ സമവാക്യം 1 എന്ന് കൊടുക്കും. ശരിയല്ലേ. സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്താൽ എന്ത് കിട്ടുന്ന പറഞ്ഞാൽ 3 കിട്ടുന്നതാണ്. ഡിഫറൻസ് ഓഫ് നമ്പേഴ്സാണ്. അതെന്താണ്, അത് 3 ആണ്. ഇത് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുക്കും. ഓർമ്മ ഉണ്ടോ? എന്നിട്ട് ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി നമ്മൾ ആഡ് ചെയ്യും, കൂട്ടും. സമവാക്യം 1ഉം സമവാക്യം 2ഉം കൂടി കൂട്ടും. അത് കൂട്ടുമ്പോൾ എന്തായി മാറും, +y-യും -y-യും കൂടി ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ഒരു ചരം ഇല്ലാതായി പോയിട്ട് നമുക്ക് ഇന്ന് മറ്റേ ചരത്തിൻ്റെ വില കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് പറഞ്ഞാലോ. അപ്പോൾ ഇത് നമുക്ക് ഇതിനൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരുന്നത്. ഏതിന്? രണ്ട് സംഖ്യകളുണ്ട്. ആ രണ്ട് സംഖ്യകളുടെ തുകയും അതിൻ്റെ വ്യത്യാസവും നമുക്കറിയാമെങ്കിൽ, രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും നമുക്കറിയാമെങ്കിൽ ആ നമ്പേഴ്സ് പെട്ടെന്ന്, അങ്ങനെ ഇക്വേഷൻസ് ഉണ്ടാക്കാതെ ആ നമ്പേഴ്സ് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ ആദ്യം പറയാം. അത് നമുക്ക് ഇന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ആ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കും. പറഞ്ഞാലോ. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും മനസ്സിലാക്കുക. എന്താ നമ്മൾ പറഞ്ഞത്, രണ്ട് നമ്പറുകളുടെ തുക സമ്മ്, ആ രണ്ട് നമ്പറുകളുടെ വ്യത്യാസം, ഇത് രണ്ടും നമുക്കറിയാം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ തുക കൂട്ടിയാൽ 13 കിട്ടും, കുറച്ചാൽ എന്ത് കിട്ടും, 3 കിട്ടും. സമ്മ് 13ഉം ഡിഫറൻസ് 3ഉമാണ്. ഈ രണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ പറയാം. ശ്രദ്ധിക്കട്ടോ. ഇവിടെ നോക്കൂ, x+y കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ എസ് ആണ്. ഇത് എസ് ആണോ, തുക എസ് ആണ് വിചാരിക്കുക ആണല്ലോ. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വ്യത്യാസം ഡി ആണെന്ന് വിചാരിക്കാം. തുക എസും വ്യത്യാസം ഡിയും ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇതിലുള്ള നമ്പർ, ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, വലിയ നമ്പറാണ്. അതാണ് വലിയ നമ്പർ എന്നാകുമ്പോൾ നമ്മൾ ചെറിയ നമ്പർ മൈനസ് ചെയ്യുക. ഒരു നമ്പർ വലുതും ഒരു നമ്പർ ചെറുതായിരിക്കും. ആ വലിയ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഉദ്ദേശിക്കുന്നത്. ആ വലിയ നമ്പറായ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് കാണാൻ, എക്സിന്റെ വാല്യൂ കാണാൻ ഈ സമ്മും ഈ ഡിഫറൻസും കൂടി ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അതായത് എസ് പ്ലസ് ഡി എന്നിട്ട് അതിന് നേരെ പകുതി എടുക്കുക, ഹാഫ് എടുക്കുക. തുകയായിട്ട് തന്ന സമ്മായിട്ട് തന്ന നമ്പറും ഡിഫറൻസ് ആയിട്ട് തന്ന നമ്പർ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. കൂട്ടിയിട്ട് പകുതി ആക്കുക. കൂട്ടിയിട്ട് പകുതി ആക്കിയാൽ വലിയ നമ്പർ കിട്ടും. ആണോ? ഇനി വൈ കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ സംഖ്യ, ചെറിയ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ സമ്മിൽ നിന്ന് ഡിഫറൻസ് മൈനസ് ചെയ്യുക. ഈ എസും ഇതിൻ്റെ കൂടി ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഹാഫ് എടുക്കുക. ആണോ? ഹാഫ് എടുക്കുക. ഇതായിരിക്കും രണ്ടാമത്തെ സംഖ്യ വരിക, ചെറിയ സംഖ്യ വരിക. അതായത് തുകയും തന്നിട്ടുണ്ട്, വ്യത്യാസം തന്നിട്ടുണ്ട്, സമ്മും തന്നിട്ടുണ്ട്, ഡിഫറൻസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി ആക്കിയാൽ വലിയ സംഖ്യ കിട്ടും. കുറച്ചിട്ട് പകുതി ആക്കിയാൽ എന്ത് കിട്ടും? ചെറിയ സംഖ്യയും കിട്ടുന്നതാണ്. ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക, അപ്പോൾ വലിയ നമ്പർ കിട്ടും. സബ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹാഫ് എടുത്താൽ എന്തും കിട്ടും? രണ്ടാമത്തെ ചെറിയ സംഖ്യയും കിട്ടുന്നതാണ്. ഇപ്പം ഇവിടെ എക്സാമ്പിൾ നോക്കാം. രണ്ട് നമ്പറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ സമ്മ് 13 ആണ്. സമ്മ് ഈസ് ഈക്വൽ ടു 13 ആണ്. കേട്ടോ? ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുക 3 ആണ്. 3 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യത്തെ നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കൂ, 13ഉം 3ഉം കൂടി ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് പകുതി എടുക്കുക. 13ഉം 3 കൂടി ആഡ് ചെയ്യാൻ എത്ര കിട്ടും? 16 കിട്ടും അല്ലേ? അപ്പോൾ 16/2 എത്ര ഉണ്ടാവും? 8. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്താ വരിക? 8 ആണ് വരിക. 8 ആണ് വരിക. ഓക്കെ ആണല്ലോ? അതാണ് ടിപ്പ്. ഇനി ഈ 13ന് 3 മൈനസ് ചെയ്യുക. 13ന് 3 മൈനസ് ചെയ്തിട്ട് ഹാഫ് എടുക്കുക. അതായിരിക്കും എന്ത് വരിക? y ഈസ് ഈക്വൽ ടു 13 മൈനസ് 3 അതിൻ്റെ ഹാഫ്. 13ന് 3 മൈനസ് എന്താ വരിക? 10 ആണ് വരിക അല്ലേ? 10/2 എന്ത് വരും? 5 ആയിരിക്കും എന്ത് വരും? രണ്ടാമത്തെ നമ്പർ വരിക. ആണോ? അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ്, തുകയും രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ്, അതിന്റെ വ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഈ ഐഡിയ ഉപയോഗിച്ചാൽ മതി. ഇതല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഈ ഐഡിയ ആണ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, സമ്മ് തുക എസും ഡിഫറൻസ് വ്യത്യാസം ഡി ആയിരിക്കുക. സമ്മും ഡിഫറൻസും ഇത് കിട്ടിക്കഴിഞ്ഞാൽ എസ് പ്ലസ് ഡി, ഇവിടെ നോക്കുക, s+d/2 കൂട്ടിയിട്ട് പകുതിയാക്കുക. അപ്പോൾ ആദ്യത്തെ സംഖ്യ കിട്ടും. കുറച്ചിട്ട് പകുതിയാക്കുക, s-d/2. ഇപ്പം എന്ത് കിട്ടും? രണ്ടാമത്തെ സംഖ്യയും കിട്ടും. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ എന്താ ചെയ്യണത്? ഞാൻ ഈ ഐഡിയ ആണ് എന്ത് ചെയ്യാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കി നമ്മൾ ചെയ്യേണ്ട അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ നടത്താം. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഐഡന്റിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? നമുക്ക് ഉപയോഗിക്കാനുള്ള ഐഡന്റിറ്റീസ് ഞാൻ ഇവിടെ നിന്ന് എഴുതി വെക്കാം. നമുക്ക് ഓർക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എഴുതി വെക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? അത് നോട്ട് ബുക്കിൽ എഴുതിയിട്ട് കാണാതെ പഠിക്കണം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉള്ള ഐഡന്റിറ്റീസ് ഉണ്ടായിരിക്കും. അത് ഞാൻ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നോക്കൂ, ആദ്യത്തത് x+y ഇൻറ്റു x-y ഈസ് ഈക്വൽ ടു x² മൈനസ് y². ഇതാണ് ഒന്നാമത്തെ ഐഡന്റിറ്റി. ഓർത്ത് വെക്കേണ്ടത്. x+y രണ്ട് നമ്പേഴ്സിന്റെ സമ്മ്, x-y രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് കേട്ടോ, അത് അതിന്റെ പ്രോഡക്റ്റ് ആണ്. ഈസ് ഈക്വൽ ടു അതിന്റെ ഗുണനഫലമാണത്. അതെന്ത് വരും? ഈസ് ഈക്വൽ ടു x² മൈനസ് y². ഇതാണ് ഒന്നാമത്തെ ഐഡന്റിറ്റി. ഇനി അതേപോലെ അവിടെ നോക്കുക, x+y ഹോൾ സ്ക്വയർ, x+y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചെന്താ? x² പ്ലസ് y², ശരിയല്ലേ? പ്ലസ് 2xy. a+b അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. a b ആയാലും കുഴപ്പമില്ല, xy എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ x+y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x², ആദ്യത്തേൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തേൻ്റെ സ്ക്വയർ പ്ലസ് 2xy. അതാണ് x+y ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഇത് രണ്ടും പഠിച്ചാണ്. അതേപോലെ x-y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു അങ്ങനല്ലേ? x-y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? x² പ്ലസ് y² മൈനസ് 2xy. 2xy എന്ത് ചെയ്യേണ്ടത്? മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതാണ് മൂന്നാമത്തെ ഐഡന്റിറ്റി. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നോക്കാം, x+yന്റെ ഹോൾ സ്ക്വയർ കാണാൻ വേറെ ഐഡിയ കൂടി ഉണ്ട്. x-y ഇവിടെ ശ്രദ്ധിക്കുക, x-yന്റെ സ്ക്വയറിന്ന് എന്ത് ചെയ്താൽ മതിയോ? ഈ സ്ക്വയറിനോട് കൂടി ആഡ് ചെയ്താൽ മതി. x-yയുടെ സ്ക്വയറിനോട് കൂടി കൂട്ടിയാൽ മതി. എന്താ കൂട്ടേണ്ട അറിയോ? 4xy ആഡ് ചെയ്താൽ എന്ത് കിട്ടും? x+yന്റെ ഹോൾ സ്ക്വയർ കിട്ടുന്നതാണ്. x+y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x-y ഹോൾ സ്ക്വയർ പ്ലസ് 4xy ആണ്. അപ്പോൾ x-yന്റെ സ്ക്വയർ കിട്ടി കഴിഞ്ഞാൽ x+yന്റെ സ്ക്വയർ കാണാം കേട്ടോ. അതേപോലെ തന്നെ x-y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x-y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x+yന്റെ സ്ക്വയർ അതിൽ നിന്ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. x+yന്റെ സ്ക്വയർ നിന്ന് എന്ത് മൈനസ് ചെയ്യണം പറയുക? 4xy മൈനസ് ചെയ്താൽ x+yന്റെ ഹോൾ സ്ക്വയർ നിന്ന് 4xy മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? x-yന്റെ സ്ക്വയർ കിട്ടും. വേണം ഇങ്ങനെ.
മനസ്സിലാക്കുക. ഇത് രണ്ടും സ്പെഷ്യലായിട്ട് നമ്മൾ ഓർത്ത് വെക്കുക. ഇത് നമുക്ക് ഇവിടുത്തെ ഈ ചാപ്റ്റർ ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടും എന്ത് ചെയ്യുന്ന നല്ലപോലെ ഓർത്ത് വെക്കുക. ഇനി അവസാനത്തെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു തന്നെയാണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയറിൽ നിന്ന് എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുന്ന കിട്ടുക 4xy ആണ്. 4xy ആണ് കിട്ടുക. എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ എടുക്കുക, അതിൽ നിന്ന് എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ ഈ സ്ക്വയറിൽ നിന്ന് ഈ സ്ക്വയർ മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? 4xy ആണ് കിട്ടുക. ഇത്രയും ഐഡന്റിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും സർവ്വസമവാക്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, പഠിച്ചു വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. എന്ത് ചെയ്യുക? അത് ഉപയോഗിച്ച് ഈ സംഭവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യണത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. സമവാക്യ ജോഡികൾ അല്ലെങ്കിൽ പേയേഴ്സ് ഓഫ് ഇക്വേഷനിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സമവാക്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മനസ്സിലായോ? ഇവിടെ നിങ്ങൾ എക്സ് മൈനസ് വൈ എന്ന് കണ്ട് എവിടെയും കണ്ട് ഇത് എന്ത് മനസ്സിലാക്കുക? എക്സും വൈയും രണ്ട് സംഖ്യകളാണ്. അങ്ങനെ മനസ്സിലാക്കുക. എക്സും വൈയും രണ്ട് നമ്പേഴ്സാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് കാണുമ്പോൾ ആ സംഖ്യകളുടെ തുക സമ്മാണ് മനസ്സിലാക്കുക. എക്സ് മൈനസ് വൈ എന്ന് കാണുമ്പോൾ സംഖ്യകളുടെ ഡിഫറൻസ് ആണ് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുക. എക്സ് വൈ എന്ന് കണ്ടു കഴിഞ്ഞാൽ സംഖ്യകളുടെ ഗുണനഫലമാണ്, പ്രോഡക്റ്റാണ്. രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് എക്സ് ഇൻറ്റു വൈ ആണ് എക്സ് വൈ. ഉണ്ടോ? പ്രോഡക്റ്റാണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ്. കണ്ടോ? അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇത് സ്ക്വയറുകളുടെ സമ്മാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ അതേപോലെ എന്തെങ്കിലും തന്നിട്ടോ? സംഖ്യകളുടെ സമ്മ്, സംഖ്യകളുടെ ഡിഫറൻസ്, തുക, വ്യത്യാസം എന്നൊക്കെ കാണുമ്പോൾ ഇത് തുകയാണ്, ഇത് വ്യത്യാസം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇതിൽ ആവശ്യമുള്ളത് ഐഡന്റിറ്റി നമ്മൾ സർവ്വസമവാക്യം എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കണം. പറഞ്ഞാൽ അപ്പോൾ ഇത്രയും നിങ്ങളുടെ മൈൻഡിൽ ഞാൻ ഓരോരോ ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം, ഡിഫറൻസ് ഓഫ് 2 നമ്പേഴ്സ് എന്താണ്? 5 ആണ്. മനസ്സിലോ? ഇനി ആ സംഖ്യകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് 65 ആണ്. സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്താണ്? 65 ആണ്. ശരിക്കും മനസ്സിലാക്കുക. നമ്പേഴ്സിന്റെ ഡിഫറൻസ്, രണ്ട് നമ്പറുകളുണ്ട്, ഒരു വലിയ നമ്പർ ഒരു ചെറിയ നമ്പർ ഉണ്ട്. ആ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്താണ്? 5 ആണ്. അതിന്റെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് 65 ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? പറഞ്ഞാലോ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റിനെ സമീപിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സ് നമുക്ക് ഏതൊക്കെ ആയിട്ട് എടുക്കാം? നമ്പേഴ്സ് എക്സും വൈയുമാണ് നമ്പേഴ്സ് എന്ന് നമ്മൾ എടുക്കാം. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ തന്ന എന്താണ്? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5. അതാണ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ്. സംഖ്യകളുടെ വ്യത്യാസം 5 തന്നിട്ട്. പിന്നെ തന്നത് എന്താ നോക്കൂ? പിന്നെ തന്നത് സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസമാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യ എടുക്കുക, അത് എക്സ്, അതിന്റെ സ്ക്വയർ എന്ന്. രണ്ടാമത്തെ സംഖ്യയായ വൈ, അതിന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ സ്ക്വയറുകളുടെ വ്യത്യാസം കിട്ടും. ഡിഫറൻസ് ഓഫ് സ്ക്വയർസ്. ഇത് എത്ര തന്നിട്ട്? ഇത് 65 ആണ് തന്നിട്ട്. ആണോ? 65 തന്നിട്ട്. ആണോ? അപ്പൊ നമുക്ക് എക്സ് മൈനസ് വൈ കിട്ടി, രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് കിട്ടി. ഈ ഡിഫറൻസ് കിട്ടിയിട്ട് ഇനി സംഖ്യകളുടെ സമ്മും കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് എന്ത് സംഖ്യകൾ ഏതൊക്കെ കണ്ടുപിടിക്കാം. രണ്ട് സംഖ്യകളുടെ സമ്മും രണ്ട് സംഖ്യകളുടെ ഡിഫറൻസും കിട്ടി കഴിഞ്ഞാൽ എസും ഡി ഞാൻ പറഞ്ഞല്ലോ, അത് വെച്ചിട്ട് കൂട്ടി പൈതി വയ്ക്കുക, എക്സ് കിട്ടും, കുറച്ചിട്ട് പൈതി വയ്ക്കുക, എന്നിട്ട് വൈ കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ എക്സ് മൈനസ് വൈ ഇവിടെ ഉണ്ട്, 5 ആണ്. ഇനി എക്സ് പ്ലസ് വൈ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടണം. അതിനുള്ള ടെക്നിക്ക് നമ്മൾ ഇവിടെ നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അതായത് രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകളുടെ വ്യത്യാസം 65 ആണ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കത്തിൽ ഒന്നാമത്തെ ഐഡന്റിറ്റി നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നോക്കാം, ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 65 എന്ന് എഴുതാം. കേട്ടോ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 65 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? 65 വരും. ശരിയല്ലേ? ഇവിടെ നോക്കുക, എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 5 ആണ്. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ എത്ര തന്നിട്ടുണ്ട്? 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ കാണുന്നത് ഞാൻ കൊടുക്കും 5 എന്ന് കൊടുക്കും. അപ്പോൾ എന്താ വരിക? എക്സ് പ്ലസ് വൈ ഇൻറ്റു എന്ത് വരും? ഇവിടെ 5 ഇസ് ഈക്വൽ ടു എന്ത് വരും? 65 എന്ന് വരും. ആണോ? എക്സ് മൈനസ് വൈയുടെ വാല്യൂ 5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈ കാണുന്നത് 5 കൊടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദിസ് ഈസ് ഈക്വൽ ടു 65. അപ്പോൾ എന്താ വരിക? എക്സ് പ്ലസ് വൈ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 65 ആണ് വരിക. അപ്പോൾ ഈ എക്സ് പ്ലസ് വൈ മാത്രം എന്ത് വരും? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു നിങ്ങൾ പറയും പ്ലസ് വൈ എന്താ കിട്ടുക? ഈ 65 ഡിവൈഡഡ് ബൈ ഇതെന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ എന്തുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതെന്താ കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു, അതായത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു, ഇത് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് 6ൽ ഒരു പ്രാവശ്യം
ശരിയല്ലേ? ഒരു 5 5 അല്ലേ, ബാക്കി 1 15 3 കുറച്ച് അപ്പോൾ എത്ര കിട്ടുക? 13 എന്ന് കിട്ടും കേട്ടോ. 13 എന്താ 13? എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 13 കിട്ടുക. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. കണ്ടോ? അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ, രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് 5 ആണ് കിട്ടി. കണ്ടോ? ഈ ബാക്കിയുള്ളത് നമ്മൾ ചെയ്തപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ. നമുക്ക് ആ എക്സ് മൈനസ് വൈ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ എക്സ് പ്ലസ് വൈ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ ടെക്നിക്ക്. അപ്പോൾ അതിന് വേണ്ടി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റി? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നാക്കി മാറ്റി. കണ്ടോ? അങ്ങനെ ആക്കി മാറ്റി. കാരണം ഇത് ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചാൽ, ഈ സർവ്വസമവാക്യം ഉപയോഗിച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്ത്. കേട്ടോ? ഇതിൽ നമ്മൾ എക്സ് മൈനസ് വൈൻ്റെ വേറെ നമുക്ക് 5 ആണെന്ന് അറിയാം, 5 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ 5 എന്ന് കൊടുക്കുക. ഇവിടെ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ് പ്ലസ് വൈ ഇൻറ്റു 5 സമം 65. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം എന്താ കിട്ടുക? 65/5 എത്ര കിട്ടും? 13 കിട്ടി. ഇതിന് 2 എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് മൈനസ് വൈയും കിട്ടി, എക്സ് പ്ലസ് വൈയും കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സും വൈയും വേഗം കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ പറയും. ഇവിടെ നോക്കാം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 13, കൂട്ടിക്കഴിഞ്ഞാൽ 13, കുറച്ച് കഴിഞ്ഞാൽ 5. കേട്ടോ? അപ്പോൾ എക്സ് കാണാൻ എങ്ങനെ? എക്സ് ഈസ് ഈക്വൽ ടു ഈ 13ഉം 5ഉം കൂടി കൂട്ടുക. 13ഉം 5ഉം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? നേരെ പകുതിയാക്കുക. അതാണ് എക്സ്. 13 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 18. 18/2 എത്ര വരും? 9. അപ്പോൾ ആദ്യത്തെ സംഖ്യ 9 വരിക. അതായത് എക്സ് സമം കിട്ടും 9 കിട്ടും. ഇനി 13 5 കുറച്ചിട്ട് പകുതിയാക്കി എന്തിട്ടും? വൈ കിട്ടും. വൈ ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കാം. വൈ ഈസ് ഈക്വൽ ടു 13 - 5/2. 13 5 കുറച്ചാൽ എന്താ കിട്ടുക? 8 അല്ലേ? 8/2 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. കേട്ടോ? അതൊന്നും കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ്? വലിയ നമ്പർ 9 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 9 ആണ്, 9 ആണ്. ചെറിയ നമ്പർ എത്രയാണ്? 4 ആണ്. ചെറിയ നമ്പർ, സ്മോളർ നമ്പർ ഈസ് ഈക്വൽ ടു 4. 9 4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 13 കിട്ടും. ശരിയല്ലേ? 9 4 കുറച്ച് എന്തും കിട്ടും? 5ഉം കിട്ടും. കേട്ടോ? ഇവിടെ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്ത്? ആ എക്സ് പ്ലസ് വൈ കണ്ടുപിടിച്ചത്. ഈ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇനി മറക്കരുത്. ഈ ടെക്നിക്ക് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞാണ് കേട്ടോ. കുറച്ചാൽ എത്ര കിട്ടും? കൂട്ടിയാൽ എത്ര കിട്ടും? അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈ 13ഉം 5ഉം കൂടി കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ ആദ്യത്തെ സംഖ്യ കിട്ടും. ശരിയല്ലേ? ഈ 13 5 കുറച്ചിട്ട് പകുതിയാക്കിയാൽ എന്തും കിട്ടും? രണ്ടാമത്തെ സംഖ്യ കിട്ടുന്ന. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാം, വേഗം ഉപയോഗിക്കാം. ഇവിടെ ഇക്വേഷൻ ഉണ്ടാക്കി ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ കൂട്ടി കുറച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്നുവെച്ചാൽ ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുതരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസർ ഇത് നോക്കിയിട്ട് നല്ലപോലെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം. ഒരു ക്വസ്റ്റ്യൻ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മളെ സർവ്വസമവാക്യങ്ങൾ ഐഡന്റിറ്റീസ് നല്ലപോലെ നിങ്ങളുടെ മൈൻഡിൽ വേണം. ഇതാണ് സർവ്വസമവാക്യങ്ങൾ. ഇത് എഴുതി പഠിക്കണം, എഴുതി പഠിക്കണം. ആവശ്യമുള്ള സർവ്വസമവാക്യം നമുക്ക് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ ആണല്ലോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ രണ്ട് നമ്പറുകളുടെ തുക തന്നിട്ടുള്ളത് 18 ആണ്. രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 18 കിട്ടും. അതായത് സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 18 എന്ന് കിട്ടുന്ന പറഞ്ഞോ ആണോ? പിന്നെ ഡിഫറൻസ് ഓഫ് ദെയർ സ്ക്വയേഴ്സ്, ആ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് 72 ആണ് തന്നത്. 72 ആണ് എന്ന് പറഞ്ഞാൽ സ്ക്വയറുകളുടെ വ്യത്യാസം, വർഗങ്ങളുടെ വ്യത്യാസം എത്ര തന്നിട്ടുണ്ട്? 72 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സംഖ്യകൾ എക്സും വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതായിട്ടും? എക്സ് പ്ലസ് വൈ സമം 18. ശരിയല്ലേ? സംഖ്യകളുടെ തുക 18 ആണ് തന്നത്, ക്വസ്റ്റ്യൻ തന്ന. ഇനി വർഗങ്ങളുടെ വ്യത്യാസമാണ് പിന്നെ തന്നത്, സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്ക്വയർ നമ്പർ എക്സ് സ്ക്വയർ മൈനസ് രണ്ടാമത്തെ നമ്പർ വൈ. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? 72 എന്ന് കിട്ടും. അങ്ങനെ കിട്ടും. ആണോ? ഇത് രണ്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 18 എന്നുള്ള നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ആണോ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 18 തന്നത്. കൂട്ടി കഴിഞ്ഞാൽ 18 കിട്ടുന്നതാണ്. ഇനി കുറച്ചാൽ എന്താണെന്നും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത മാതിരി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. തുക തന്നാണ്, ഇനി വ്യത്യാസം കൂടി കിട്ടിയാൽ മതി. സമ്മ് തന്നാണ്, ഡിഫറൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ എക്സും വൈയും കാണാൻ പറ്റും. അപ്പോൾ ആ ഡിഫറൻസ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിച്ചാൽ മതി ഡിഫറൻസ് കാണണം. ഇവിടെ നോക്കാം, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ എഴുതാൻ നോക്കുക? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 72. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റിയതുകൊണ്ട് ഇതിനെങ്ങനെ എഴുതി? ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 72. ഇത് സമയം 72 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കാം, എക്സ് പ്ലസ് വൈയോ എക്സ് മൈനസ് വൈയോ. നേരത്തെ ക്വസ്റ്റിൽ ഇപ്പോൾ എക്സ് മൈനസ് വൈ തന്നിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതി. ഈ ക്വസ്റ്റിൽ എക്സ് പ്ലസ് വൈ ആണ് 18 തന്നെ. അപ്പോൾ എക്സ് പ്ലസ് വൈ കാണുന്നത് എന്ത് കൊടുക്കുക? അവിടെ 18 കൊടുക്കുക. 18 ഇൻറ്റു ആണോ? 18 ഇൻറ്റു എന്താ? ഇനി എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ആണോ? എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ എത്ര കിട്ടും? 72. 72 കിട്ടും. നേരത്തെ എക്സ് പ്ലസ് വൈ തന്നു, എക്സ് മൈനസ് വൈ തന്നു. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് വൈ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എക്സ് പ്ലസ് വൈ തന്നു, നമ്മൾ എക്സ് മൈനസ് വൈ കാണാൻ പോകാം.
കേട്ടോ. 18ഉം എക്സ് മൈനസ് വൈയും കൂടി ഗുണിച്ചാൽ എന്തിട്ട് 72 കിട്ടുന്നതാണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക 72/72 എന്ത് വരും 18 എന്ന് കിട്ടും കേട്ടോ. അതായത് എക്സ് മൈനസ് വൈ സമം 72 നമ്മൾ എന്ത് ചെയ്യണം 18 കൊണ്ട് ഹരിക്കണം. 72 എത്ര 18 ഉണ്ട് നോക്കാം 4 18 ഉണ്ട്. ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 എന്നാണ് കിട്ടുക. അപ്പോൾ എന്ത് കിട്ടി എക്സ് മൈനസ് വൈ സമം 4 എന്ന് കിട്ടി. ഇത് നമുക്ക് രണ്ടാമത്തെ സമവാക്യമായിട്ട് എടുക്കുക കേട്ടോ. അപ്പം എന്താണ് എക്സ് പ്ലസ് വൈ സമം 18. എക്സും വൈയും കൂടി കൂട്ടിയാൽ 18 കണ്ടോ. എക്സ് നിന്ന് വൈ കുറച്ചാൽ 4 തുകയും കിട്ടി വ്യത്യാസം കിട്ടി. ഇനി സംഖ്യകളുണ്ട് ഇടിച്ചൂടെ. സംഖ്യകൾ എങ്ങനെ കാണാം എക്സ് എങ്ങനെ കാണാം എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു തുക 18 ആണ് വ്യത്യാസം 4 ആണെങ്കിൽ 18ഉം 4ഉം കൂടി കൂട്ടിയിട്ട് പകുതിയാക്കാം. 18ഉം 4ഉം കൂട്ടിയ 22 ആണ്. 22/2 എത്ര കിട്ടും 11. ഇതാണ് എന്ത് കിട്ടുക എക്സ് കിട്ടുക കേട്ടോ. പെട്ടെന്ന് കിട്ടും. ഈ വൈ എങ്ങനെ കാണാം വൈ കാണുമെങ്കിൽ എന്താ ചെയ്യേണ്ടത് 18ന്ന് 4 കുറയ്ക്കുക. അത് തുകയാണ് ഇത് വ്യത്യാസമാണ്. 18ന്ന് 4 കുറയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പകുതിയാക്കുക. 18 4 കുറച്ചാൽ എത്ര കിട്ടുക 14. 14/2 എത്ര കിട്ടും 7 എന്ന് കിട്ടും. കണ്ടില്ലേ. അപ്പൊ തുക സമം 11 സോറി ആദ്യത്തെ സംഖ്യ വലിയ സംഖ്യ സമം 11 എന്ന് കിട്ടി. രണ്ടാമത്തെ സംഖ്യ 7. ഇത് ശരിയാണോ നോക്കുക 11ഉം 7 കൂടി കൂട്ടി നോക്കി 11 7 കൂട്ടിയാൽ 18 കിട്ടുക കേട്ടോ. 11ന്ന് 7 കുറച്ച് നോക്കുമ്പോൾ എന്താ കിട്ടുക 4 കിട്ടുക കേട്ടോ. ഓക്കെ ആണ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒന്ന് എക്സ് മൈനസ് വൈയോ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈയോ ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ എക്സ് പ്ലസ് വൈ ആണ് തന്നെങ്കിൽ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ച് എക്സ് മൈനസ് വൈ ആണ്. എക്സ് മൈനസ് വൈ ആണ് തന്നതെങ്കിൽ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ച് എക്സ് പ്ലസ് വൈ കാണും. എക്സ് മൈനസ് വൈയും എക്സ് പ്ലസ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക കൂട്ടി പകുതിയാക്കി എക്സും കുറച്ചിട്ട് പകുതിയാക്കിയിട്ട് എന്ന് കാണണം വൈയും കണ്ടുപിടിക്കുക. ആഡ് ചെയ്യുക രണ്ടും കൂടി ആഡ് ചെയ്യുക ഹാഫ് എടുക്കുക അപ്പോൾ എക്സ് കിട്ടും. ഡിഫറൻസ് എടുക്കുക ഹാഫ് എടുക്കുക അപ്പം കിട്ടും വൈയും കിട്ടും. ഏതിൻ്റെ സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും സമ്മും ഡിഫറൻസും നമുക്ക് എന്ത് ചെയ്യേണ്ടാകുക കിട്ടുക എന്നുവെച്ചാൽ അപ്പോൾ ആ സമ്മോ അല്ലെങ്കിൽ ഡിഫറൻസോ ഏതാണോ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് അതല്ലാത്ത മറ്റേത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിലുള്ള ഏതെങ്കിലും ഐഡന്റിറ്റികൾ വിദഗ്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗിക്കണം എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയില്ലേ. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് വിട്ടുതരും. ആ ക്വസ്റ്റ്യനുകൾ എഴുതിയെടുത്തുകൾ എന്ത് ചെയ്യണം അത് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം കേട്ടോ. ചെയ്യണം ചെയ്ത് പഠിക്കണം എന്നാലേ നമുക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഐഡന്റിറ്റികൾ ഇവിടെ നിന്നോട്ടെ. ഞാൻ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മ് 80 ആണ്. 2 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് 80 ആണ്. സ്ക്വയേഴ്സിൻ്റെ സമ്മ് 80 ആണ്. ഓക്കെ ആണല്ലോ. ആ 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് രണ്ട് പ്രോഡക്റ്റ് ആണ്. 2 കൂടി ഗുണനഫലം 2 സംഖ്യകളുടെ ഗുണനഫലം 32 ആണ്. 2 സംഖ്യകളുടെ വർഗങ്ങളുടെ തുക 80. ഇതല്ലോ 2 സംഖ്യകളുണ്ട് അതിന്റെ ഗുണനഫലം 32 അങ്ങനാണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ. ഇതല്ലോ വർഗങ്ങളുടെ തുകയാണ് സമ്മാണ് കേട്ടോ. നേരത്തെ നമ്മൾ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണ് അതായത് വർഗങ്ങളുടെ വ്യത്യാസമാണ്. ഇവിടെ വർഗങ്ങളുടെ തുകയാണ് തന്നത്. ഇതെന്താണ് ഇത് 2 സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലം അതിന്റെ പ്രോഡക്റ്റാണ്. അപ്പോൾ സംഖ്യകൾ നമുക്ക് എക്സും വൈയും ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതാൻ പറ്റും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ആദ്യം തന്ന 80 ശരിയല്ലേ. എക്സിന്റെ സ്ക്വയറും വൈന്റെ സ്ക്വയർ ഇതാണ് വർഗങ്ങളുടെ തുക. സ്ക്വയേഴ്സിന്റെ സമ്മ് 80 ആണോ ആണ്. ഇനി ഇത് പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് എന്താണ് ഈ എക്സും വൈ കൂടി ഗുണിച്ച ഗുണനഫലമാണ്. ഗുണനഫലം എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ സമം കിട്ടും 32 എന്നും തന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം അത് ശരിക്കും ശ്രദ്ധിക്കണം. അതായാലോ സംഖ്യകളുടെ സ്ക്വയറുകളുടെ സമ്മ് സംഖ്യകളുടെ ഗുണനഫലം 32 തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എക്സ് എത്രയാണ് വൈ എത്രയാണ് ഏതാണ് 2 സംഖ്യകൾ എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ മുമ്പ് ചെയ്ത 2 ക്വസ്റ്റ്യനിലും നമ്മൾ എങ്ങനെ എക്സും വൈയും കണ്ടുപിടിച്ചത് എക്സ് പ്ലസ് വൈയും കണ്ടുപിടിച്ചു. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും അറിയാമെങ്കിൽ എക്സും വൈയും കാണാൻ എളുപ്പമുണ്ട്. നമ്മൾ ഐഡിയ പറഞ്ഞത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ നമ്മൾ കണ്ടുപിടിക്കും. എക്സ് മൈനസ് വൈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ത് നമ്മൾ കണ്ടുപിടിക്കും എന്നല്ലോ. ഈ ക്വസ്റ്റ്യനിൽ എക്സ് പ്ലസ് വൈയും ഇല്ല എക്സ് മൈനസ് വൈയും ഇല്ല. എക്സ് പ്ലസ് വൈയും ഇല്ല എക്സ് മൈനസ് വൈയും ഇല്ല. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇതിലുള്ള ഐഡന്റിറ്റികൾ ഉപയോഗിച്ച് നമ്മൾ അത് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം എക്സും വൈയും കണ്ടുപിടിക്കാൻ. പറഞ്ഞാലോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കാം. അവിടെ ശ്രദ്ധിക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 80 എക്സ് വൈ 30 അല്ലേ 32 അല്ലേ. ഇവിടെ നോക്കാം നമ്മൾ പഠിച്ച ഇതിൽ ആദ്യത്തെ ഈ രണ്ടാമത്തെ ഐഡിയ എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ ആണോ. എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ കിട്ടിയാൽ നമുക്ക് എക്സ് പ്ലസ് വൈ കാണാലോ ആണോ. ഇതിലിവിടെ നോക്കൂ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇവിടെ ഉണ്ട് എക്സ് വൈ ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും എക്സ് വൈയും അറിഞ്ഞാൽ എക്സ് പ്ലസ് വൈ എത്രയെന്ന് കണ്ടുപിടിക്കാൻ ഈ ഐഡന്റിറ്റിയാണ് എന്ത് ഉപയോഗിക്കേണ്ടത് ഈ സർവ്വസമവാക്യം ഉപയോഗിക്കേണ്ടത്. അത് ഞാൻ അവിടെ എഴുതാണെന്ന് നോക്കിക്കോളൂ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ശരിക്കും ശ്രദ്ധിക്കാം ഈക്വൽ ടു എക്സ് സ്ക്വയർ
പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നാണ്. ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇതെല്ലാം പ്ലസ് ആണ് വരിക. ഇവിടെ മൈനസ് ആകുമ്പോൾ ഈ 2xyൻ്റെ മുന്നിലുള്ള സൈൻ എന്ത് വരും? മൈനസ് ആവും. അങ്ങനെയല്ലേ? ഇനി ഇവിടെ നോക്കിക്കോളൂ, ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്രയാണ്? 80 ആണ്, 80 ആണ്. അതവിടെ എഴുതി ആണോ? ഇനി ഈ പ്ലസ് ഇത് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് ഒന്നായിട്ട് രണ്ടിൻ്റെയും കൂടി ചേർന്ന വിലയാണ് 80 എഴുതി. ഇനി 2xy എന്ന് പറഞ്ഞാൽ 2xy എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഈ എക്സ് വൈ എത്ര ആകുന്നുണ്ട്? 32 ആകുന്നുണ്ട്. അപ്പോൾ 32 ഇവിടെ എഴുതണം. അങ്ങനെ എഴുതി, ശരിയല്ലേ? സമം 80 പ്ലസ് 2 ഇൻറ്റു 32 64 വരും. 80ഉം 64 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 144 എന്നാണ് വരിക. ഉണ്ടോ? എന്താണ് ഈ 144? നോക്കുക, 144 എക്സ് പ്ലസ് വൈയുടെ സ്ക്വയർ. എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ ആണ് എന്ത്? 144. എക്സ് പ്ലസ് വൈൻ്റെ വർഗ്ഗമാണ് 144. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? എക്സ് പ്ലസ് വൈ സമം കിട്ടും റൂട്ട് ഓഫ് 144 എന്ന് കിട്ടും. 144ൻ്റെ റൂട്ട് എത്രയാണ്? അത് 12 ആണ്. 12ൻ്റെ സ്ക്വയർ ആണ് എന്ത് വരിക? 144 വരിക. അതായത് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഇത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇവിടെ കിട്ടിയോ? എക്സ് പ്ലസ് വൈ കിട്ടി. ഇനി എക്സ് മൈനസ് വൈയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് എക്സും വൈ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും എക്സ് വൈയും അറിഞ്ഞാൽ എങ്ങനെയാണ് എക്സ് പ്ലസ് വൈ കണ്ടത് മനസ്സിലായതാണ്. എക്സ് പ്ലസ് വൈ കാണാൻ എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ഐഡന്റിറ്റിയാണ്, ആ സർവ്വസമവാക്യമാണ് എന്ത് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചത്. നമുക്ക് എക്സ് മൈനസ് വൈയും കൂടി കാണണ്ടേ? നോക്കിക്കോട്ടെ. അപ്പോൾ ഇവിടെ നോക്കിക്കോട്ടെ, എക്സ് പ്ലസ് വൈ ഈക്വൽ 12. ഞാൻ ഇവിടെ എഴുതിയ കേട്ടോ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടിയിട്ട് ഇതിന് നമ്മൾ 1 എന്ന് കൊടുത്തിട്ട് ഞാനത് മായ്ക്കാം. ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഇനി എക്സ് മൈനസ് വൈ കാണാൻ ഈ മൂന്നാമത്തെ ഈ ഐഡന്റിറ്റി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy എന്നാണ്. ഇതാണ് മൂന്നാമത്തെ ഐഡന്റിറ്റി കേട്ടോ, മൂന്നാമത്തെ ഐഡന്റിറ്റി. ഇനി ഇവിടെ നോക്കാം, നമ്മൾ വാല്യൂസ് കൊടുക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 80 എന്ന് കൊടുക്കാം കേട്ടോ. ഈ മൈനസ് ആണ്, ഇവിടെ മൈനസ് എഴുതി. 2 ഇൻറ്റു എക്സ് വൈ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 32 കൊടുക്കാം. അവിടെ 32 എന്ന് കൊടുത്തു. കണ്ട ദാറ്റ് ഈസ് ഈക്വൽ ടു 80 മൈനസ് 64. 2 ഇൻറ്റു 32 64 ആണ്. 80 64 കുറച്ച് കഴിഞ്ഞാൽ കിട്ടും 16 എന്ന് കിട്ടും. എന്താണ് ഈ 16? എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ ആണ് 16. എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ ആണ് 16 എങ്കിൽ എക്സ് മൈനസ് വൈ ഇസിക്കൽ എന്താ കിട്ടുക? റൂട്ട് ഓഫ് 16 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. 4 എന്ന് കിട്ടും. 4ൻ്റെ സ്ക്വയർ ആണ് എന്ത്? 16. ശരിയല്ലേ? എന്താണ്? എക്സ് മൈനസ് വൈ ഇസിക്കൽ എന്ത് കിട്ടി? നമുക്ക് 4 എന്ന് കിട്ടി. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ഉണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും എക്സ് വൈയും രണ്ട് സംഖ്യകളുടെ സ്ക്വയറുകളുടെ തുകയും വർഗ്ഗങ്ങളുടെ തുകയും സംഖ്യയുടെ ഗുണനഫലം അതിൻ്റെ പ്രോഡക്റ്റും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സ് പ്ലസ് വൈ എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എക്സ് മൈനസ് വൈ എത്രയെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടല്ലോ? അപ്പോൾ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യുക? എക്സും വൈയും കാണാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടുക, കുറച്ച് കഴിഞ്ഞാൽ 4 കിട്ടുക. അപ്പോൾ എക്സ് എങ്ങനെ കാണുക? എക്സ് സമം എക്സ് ഇസ് ഈക്വൽ ടു 12 പ്ലസ് 4/2. വൈ എങ്ങനെ കാണുക? വൈ എങ്ങനെയാണ്? 12 മൈനസ് 4/2 കിട്ടും. അങ്ങനെ ചെയ്യണം. 12 4 കൂട്ടി കഴിഞ്ഞാൽ 16 ആണ് കിട്ടുക. 16/2 കിട്ടും 8. ആദ്യത്തെ സംഖ്യ 8 കിട്ടുക. വലിയ നമ്പർ 8 കിട്ടുക ആണോ? 12 4 കുറച്ച് കഴിഞ്ഞാൽ 8 കിട്ടുക. 8ൻ്റെ പകുതി പറഞ്ഞാൽ 8/2 എത്ര? 4 വരും. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ ചെറിയ സംഖ്യ എത്ര വരും? 4 എന്ന് വരും. അതായത് വലിയ സംഖ്യ ആ സംഖ്യകൾ 8ഉം 4ഉം ആണ്. അപ്പോൾ 8ഉം 4 കൂടി കുടിച്ചാൽ 8 4 32. 8ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ കൂട്ടാൻ എന്താ കിട്ടുക? 80 ആണ് എന്ത് ചെയ്യുക? കിട്ടുക. കണ്ടോ? നല്ലപോലെ മനസ്സിലാക്കുക. ഇത് ഒരു സ്റ്റെപ്പ് ഞാൻ വായിച്ച് കളഞ്ഞതാണ്. ഇവിടെ നമ്മൾ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും, അതായത് എക്സ് പ്ലസ് വൈ കാണാൻ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എടുത്തു. എക്സ് മൈനസ് വൈ കാണാൻ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഈ എടുത്തു. ഇതെടുത്തിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? അത് കൊടുക്കുക. എക്സ് വൈ എത്ര തന്നിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും അത് ഇതിൻ്റെ സ്ക്വയർ കിട്ടും. അതിൻ്റെ റൂട്ട് എടുത്താൽ എക്സ് പ്ലസ് വൈ കിട്ടും. അതേപോലെ എന്തും കണ്ടുപിടിക്കാം. എക്സ് മൈനസ് വൈയും കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനുമായി ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഈ ഐഡന്റിറ്റീസ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രസമുള്ള ടോപ്പിക്കാണ് ഈ ഭാഗമൊക്കെ. നല്ലപോലെ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കട്ടോ. ക്വസ്റ്റ്യൻസ് ഞാൻ തരും. അപ്പോൾ ഈ വീഡിയോകൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക? ആൻസറുകളൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി, സംഖ്യ നമ്പർ കിട്ടിട്ടോ. ഇനി 4th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കാം. ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 4th ക്വസ്റ്റ്യൻ ആണ്. രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 11 ആണ്, 11.
അതിൻ്റെ പ്രോഡക്റ്റ് 28 ആണ്. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ്, രണ്ട് സംഖ്യകളുടെ തുക 11 അതേപോലെ അതിൻ്റെ ഗുണനഫലം എത്ര പറഞ്ഞത് 28 ആണ്. തുക 11 ഗുണനഫലം 28 ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സംഖ്യകൾ എക്സും വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും 11 കൂട്ടിക്കഴിഞ്ഞാൽ 11 കിട്ടും. ഇത് നമുക്ക് 1 കൊടുക്കും. ഇത് എന്തിനാ 1 കൊടുക്കണേ? എക്സ് പ്ലസ് വൈ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഈ എക്സ് മൈനസ് വൈയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വേഗം കാണാൻ പറ്റും. പക്ഷേ എക്സ് മൈനസ് വൈ ക്വസ്റ്റനിൽ ഇല്ല. പക്ഷെ എന്തുണ്ട്? ഈ എക്സ് വൈ ഉണ്ട്. സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ട്. ഗുണനഫലം എക്സ് വൈ ഇസ് ഈക്വൽ എന്ത് തന്നിട്ടുണ്ട്? 28 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? ഈ എക്സ് മൈനസ് വൈ എത്ര ഉണ്ട്? എക്സ് മൈനസ് വൈ എത്ര ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ ഇപ്പം എന്താ മാർഗമുള്ളത്? ഇത് കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്. ശരിക്കും സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട്, ഗുണനഫലം തുകയും ഗുണനഫലം ആണോ? തുകയും തന്നിട്ടുണ്ട്, ഗുണനഫലം എന്താണ് വ്യത്യാസം കാണണം. അല്ലെങ്കിൽ വ്യത്യാസവും ഗുണനഫലം തരും, തുക കാണും. ഇത് രണ്ടാണ് ഇനി നമ്മൾ ചെയ്യാനുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. സംഖ്യകളുടെ തുകയും സംഖ്യകളുടെ ഗുണനഫലം തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? സംഖ്യകളുടെ വ്യത്യാസം കാണാൻ പറ്റും. ഈ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കാം. ഈ കാണുന്ന ഈ ഐഡന്റിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ എന്ന് 4xy മൈനസ് ചെയ്താൽ മതി എന്നുള്ള അത് മറക്കരുത്. അപ്പോൾ അത് ഞാനിവിടെ എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ. എക്സ് മൈനസ് വൈയുടെ സ്ക്വയർ കാണാൻ, എക്സ് മൈനസ് വൈയുടെ സ്ക്വയർ കാണാൻ ഇവിടെ ഒരു സാധനം ഉണ്ട്. അത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് അറിയണം. എക്സ് വൈ അറിഞ്ഞാൽ ഉപയോഗിക്കേണ്ടതാണത് ആണോ? അപ്പോൾ വേറൊന്ന് എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ കാണാൻ വേറെ രണ്ടാമതൊരു ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് വൈ നമുക്കറിയാം, എക്സ് വൈയും അറിയാമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. നോക്കിക്കോളൂ. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസിക്കൽ എന്താണ്? എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, ആഡ് ചെയ്യണം വേണ്ടത്? മൈനസ് ചെയ്യണം. എന്താ മൈനസ് ചെയ്യേണ്ടത്? 4xy ആണ് മൈനസ് ചെയ്യേണ്ടത്. 4xy ആണ് മൈനസ് ചെയ്യേണ്ടത്. ഈ ഐഡന്റിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആണോ? എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ ഇവിടെ നോക്കിയാൽ മൈനസ് നോക്കിയാൽ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഉണ്ടാകുക. അതിന് ഇത് മൈനസ് ആയതുകൊണ്ട് 4xy മൈനസ് ചെയ്യണം. അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇവിടെ നോക്കിക്കോളൂ. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ട് 11. അപ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ എന്ത് വരും? 11 സ്ക്വയർ എന്ന് വരും കേട്ടോ. എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ, എക്സ് പ്ലസ് വൈ 11. ഇപ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ എന്ത് വരും? 11 സ്ക്വയർ അല്ല, മൈനസ് 4xy എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് വൈ എന്ന് പറഞ്ഞാൽ 28. അപ്പോൾ 4 ഇൻറ്റു 28 കണ്ടോ? 11 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 28 ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 11 സ്ക്വയർ 121 ആട്ടോ കേട്ടോ. 4 ഇൻറ്റു 28 എത്ര ഇട്ടാ? 4 ഇൻറ്റു 28 എന്ന് പറഞ്ഞാൽ 4 20 80 4 8 32 80 32 112 കിട്ടും അല്ലേ? മൈനസ് 112 എന്ന് കിട്ടും കേട്ടോ. 112 121 112 കുറച്ച് എന്താ 9 കിട്ടാണ്. 9 കിട്ടും. എന്താണ് ഈ 9? എക്സ് മൈനസ് വൈയുടെ സ്ക്വയർ ആണ് 9. എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ എക്സ് മൈനസ് വൈ എന്താ കിട്ടുക? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 സമം എത്ര കിട്ടും? 3 എന്ന് കിട്ടും കേട്ടോ. അതായത് എക്സ് പ്ലസ് വൈ 11 എക്സ് പ്ലസ് വൈ 11 നമുക്ക് നേരത്തെ കിട്ടി, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എക്സ് വൈ 28 തന്നതുകൊണ്ട് ഇത് രണ്ടും ഉപയോഗിച്ച് അവിടെ എന്ത് കണ്ടുപിടിച്ചു? എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സ് മൈനസ് വൈ എത്ര കിട്ടി? നമുക്ക് 3 കിട്ടി. അപ്പോൾ തുക 11, വ്യത്യാസം 3, സമ്മ് 11, ഡിഫറൻസ് എന്തുമാണ്? 3 നമുക്ക് എക്സും വൈയും കണ്ടുപിടിച്ചൂടെ? എങ്ങനെ നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഈ 11 3 കൂടി കൂട്ടാം. 11 3 കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? പകുതിയാക്കാം. അപ്പം എന്ത് കിട്ടും? അപ്പോൾ എക്സ് കിട്ടും ആണോ? വൈ എങ്ങനെ കാണുക? വൈ കാണുക എന്ത് ചെയ്യുക? 11 3 മൈനസ് ചെയ്യുക, എന്ത് ചെയ്യുക? പകുതിയാക്കുക ആണോ? 11 3 കൂട്ടി കഴിഞ്ഞാൽ 14. 14/2 എത്ര ഉണ്ടാവും? 7. 11 3 കുറച്ച് എത്ര ഇട്ടാ? 8 കിട്ടുക. 8/2 എത്ര ഉണ്ടാവും? 4 ഉണ്ട്. അപ്പം 4ഉം 7 സംഖ്യകൾ. ശരിയാണ്. നോക്കൂ, 4 7 കൂട്ടിയ 11 കിട്ടുക. ശരിയാണ്. 4 7 ഗുണിച്ചാൽ എന്താ ഇട്ടാ? 4 7 28 കണ്ടോ? അപ്പോൾ സംഖ്യകളുടെ തുകയും ഗുണനഫലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഖ്യകളുടെ വ്യത്യാസം കാണാൻ പറ്റും. സംഖ്യകളുടെ സമ്മും അതിൻ്റെ പ്രോഡക്റ്റും കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറൻസ് കാണാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻസും തരും പ്രോഡക്റ്റും തരും. അതായത് വ്യത്യാസം തരും, എന്തും തരും? സമ്മും തരും, ഗുണനഫലം തരും. ഇത് രണ്ടും തന്നെ നമുക്ക് എന്താണ്? സമ്മ ഈ തുക എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. പറഞ്ഞാലോ ഇവിടെ ഒക്കെ നമ്മൾ ചെയ്യണം എന്താണ്? നമ്മൾ ഈ പഠിച്ച സർവ്വസമവാക്യങ്ങളാണ് എന്ത് ചെയ്തത്? വിദഗ്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്തത്? ഉപയോഗിക്കുന്നത്. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരികയാണ്. ശ്രദ്ധിക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 7. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം
അപ്പോൾ എക്സ് മൈനസ് വൈ സമം 7 എന്ന് അവിടെ ഇരിക്കണം. സംഖ്യകൾ എക്സും വൈ ആയിട്ട് എടുക്കുക. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 7 സംഖ്യകളുടെ ഗുണനഫലം 60 ആണെന്ന് തന്നിട്ട്. സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ എക്സ് വൈ അല്ലേ, ഗുണനഫലം എത്രയായിരിക്കും 60 എന്നും തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സംഖ്യകൾ ഏതെല്ലാം? അപ്പോൾ സംഖ്യകളുടെ വ്യത്യാസം സംഖ്യകളുടെ ഗുണനഫലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്? ഈ വ്യത്യാസം കിട്ടിയിട്ടുണ്ട്, നമ്മൾ എന്ത് കാണും? സംഖ്യയുടെ തുക കാണും. ഡിഫറൻസ് ഇവിടെ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? സമ്മ് കാണണം. സമ്മ് കാണണമെങ്കിൽ ഇവിടെ നോക്കൂ, ഈ ഇക്വേഷൻ നോക്കൂ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ കേട്ടോ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ വെച്ചിട്ട് അത് സ്ക്വയേഴ്സിന്റെ സമ്മും പ്രോഡക്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതായത് വർഗ്ഗങ്ങളുടെ തുകയും ഗുണനഫലം ഉണ്ടെങ്കിൽ കാണേണ്ടതാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എക്സ് മൈനസ് വൈ ഉണ്ട്. എക്സ് മൈനസ് വൈയും എക്സ് വൈയും ഉപയോഗിച്ച് നമ്മൾ എന്ത് കാണണം? എക്സ് പ്ലസ് വൈ കാണാൻ വേണ്ടേ, ഇത് കാണാൻ വേണ്ടേ. അപ്പോൾ നമ്മുടെ എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഈസ് ഈക്വൽ എന്താ വരിക? എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ. എക്സ് മൈനസ് വൈ ഇവിടെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ ഇവിടെ നോക്കാം. എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയർ, എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ ഈസ് എക്സ് മൈനസ് വൈൻ്റെ സ്ക്വയറിനോട് കൂടി എന്ത് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. എന്താ ആഡ് ചെയ്യേണ്ടത്? 4xy ആഡ് 4xy പ്ലസ് 4xy എന്നാണ്. അത് ഈ സർവ്വസമവാക്യം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് കണ്ടുപിടിക്കണത്? സമം നോക്കിക്കോട്ടോ. എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എന്തിൻ്റെ വാല്യൂ? എക്സ് വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്. നോക്കിക്കോളി, എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 അല്ലേ, അപ്പോൾ 7ന്റെ സ്ക്വയർ. എക്സ് മൈനസ് വൈക്ക് വേറെ 7 കൊടുക്കുക, അപ്പോൾ 7ന്റെ സ്ക്വയർ പ്ലസ് ഉണ്ടോ, ഇനി പ്ലസ് 4xy. 4xy എന്നാൽ 4xy. അപ്പോൾ 4 ഇൻറ്റു എക്സ് വൈ എത്രയാണ്? 60 എന്ന് കൊടുക്കണം. ഉണ്ടോ? 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 7ന്റെ സ്ക്വയർ 49 പ്ലസ് 4 ഇൻറ്റു 60. 4 60, 4 6 24, 240 കിട്ടും. രണ്ടും കൂടി കൂട്ട 289 എന്ന് കിട്ടും. എന്താണ് ഈ 289? എക്സ് പ്ലസ് വൈയുടെ ഹോൾ സ്ക്വയർ ആണ് 289. എക്സ് പ്ലസ് വൈൻ്റെ ഹോൾ സ്ക്വയർ ആണ് 289. എക്സ് പ്ലസ് വൈൻ്റെ ഹോൾ സ്ക്വയർ ആണ് 289 എങ്കിൽ എക്സ് പ്ലസ് വൈ എന്താ കിട്ടുക? റൂട്ട് ഓഫ് 289 സമം 289 സംഖ്യ 17ന്റെ സ്ക്വയറാണ്. അതെയല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ സമയം എത്ര നമുക്ക് 17 ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഒന്നാമത്തെ, അതായത് കുറച്ച് കഴിഞ്ഞാൽ വ്യത്യാസം, സംഖ്യകളുടെ വ്യത്യാസം 7, സംഖ്യകളുടെ തുക 17. 17ഉം 7 ആണ് ഇവിടെ. തുക 17, വ്യത്യാസം 7, സമ്മ് 17, ഡിഫറൻസ് 7. നമുക്ക് എക്സും വൈയും എടുത്തൂടെ? എങ്ങനെ എക്സും വൈയും കാണുക? എക്സ് ഈസ് ഈക്വൽ എന്താ? എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ 17, അപ്പോൾ 17 പ്ലസ് 7/2 അല്ലേ? എത്ര കിട്ടും? 17 7 24, 24/2 എത്ര കിട്ടും? 12 ആണ് ഇത് വരിക. ആദ്യത്തെ സംഖ്യ, വലിയ സംഖ്യ വരിക. ചെറിയ സംഖ്യ y, അത് കാണാൻ എന്ത് ചെയ്യുക? ഈ 17 എന്ത് മൈനസ് ചെയ്യണം? 7 മൈനസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? പകുതിയാക്കണം. ആണോ? എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 17 വെച്ചാൽ 10 കിട്ടും. 10/2 എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ സംഖ്യ 12 എന്നും കിട്ടും. രണ്ടാമത്തെ സംഖ്യ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. 12 5 കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ 60 കിട്ടുക. 12 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 7 കിട്ടുക. ശരിയാണ്. കണ്ടോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഐഡൻറ്റിറ്റീസ് മക്കൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് പഠിക്കണം, കാണാതെ പഠിക്കണം. ഇത് ഒരു പ്രാവശ്യമല്ല, ഒരു 4-5 പ്രാവശ്യം തന്നെ പേപ്പറിൽ എഴുതി പഠിക്കാം. അതായത് എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ കാണാൻ ഇങ്ങനെയും ഒരു സംഭവമുണ്ട്. എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ ആണ് ഇങ്ങനെയും ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റിൽ എന്താണ് തന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതാണോ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy ആണ്. ഇവിടെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇക്വൽ ടു എക്സ് പ്ലസ് വൈൻ്റെ സ്ക്വയർ എന്ന് എന്ത് മൈനസ് ചെയ്യാം? 4xy മൈനസ് ചെയ്യാം. ഉണ്ടല്ലോ, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ 4xy മൈനസ് ചെയ്യാം. അങ്ങനെ മനസ്സിലാക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ അല്ലെങ്കിൽ എക്സ് പ്ലസ് ഏതെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടോ? എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ കാണാം. എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ കാണാം. അങ്ങനെ കാണാൻ ഇതിലുള്ള സർവ്വസമവാക്യങ്ങൾ വിദഗ്ധമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ 5 ക്വസ്റ്റ്യനുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേർഡ് പ്രോബ്ലം ക്വസ്റ്റ്യനിൽ ഇത് തന്നു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് അതിൽ നമുക്ക് പരപ്പളവ് ചുറ്റളവ് എന്നൊക്കെ പറഞ്ഞ് തരും. അത് തരുന്ന കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒന്ന് എക്സ് ഒന്ന് വൈ ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക? അത് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ അങ്ങനെയൊക്കെ കിട്ടും. അത് കിട്ടുമ്പോൾ ഇതിലുള്ള സർവ്വസമവാക്യങ്ങൾ എന്തൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആ എക്സും വൈ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അത് കാണാനുള്ള ആ ടെക്സ്റ്റ് ബുക്കിലുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ ചെയ്യാനുള്ള ഐഡിയകളാണ് സാർ എന്ത് ചെയ്തത് ഈ ക്ലാസ്സിൽ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ സർവ്വസമവാക്യങ്ങൾ കാണാതെ പഠിക്കും. ഈ 5 ക്വസ്റ്റ്യനുകളും എന്ത് ചെയ്യുക? തിരിച്ചും മറിച്ചൊക്കെ എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. അത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ എന്തായി? ക്ലിയറായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സമവാക്യ ജോഡികൾ അഥവാ പേയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്.
ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റു ക്വസ്റ്റ്യനുകൾ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യനുകൾ കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ആൻസറുകൾ പറഞ്ഞു തരാം. അതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സർവ്വസമവാക്യങ്ങളുടെ ഒരു നോട്ടും നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആ ക്വസ്റ്റ്യൻസും ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് വിട്ടുതരും. നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആ ടെസ്റ്റ് നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളൊക്കെ നീറ്റായിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. അത് എഴുതി വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, വേറെ പേപ്പറിൽ ക്വസ്റ്റ്യനുകൾ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചിട്ട് അത് ക്ലിയർ ആയതിനു ശേഷം നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, കാണും. ഇതല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണാം. ഒരു പ്രാവശ്യമല്ല, ഒന്നിലധികം പ്രാവശ്യം കണ്ടില്ല കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ക്വസ്റ്റ്യനുകൾ ചെയ്ത് പഠിക്കുക, നോട്ട് ബുക്കിലേക്ക് എഴുതുക. അതോടുകൂടി ചാപ്റ്റർ എന്തായി, ഫിനിഷായി. ഓക്കെ ആണല്ലോ. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. താങ്ക്